ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഡൊമിനിക് ആൻഡ് ലേഡീസ് പെപ്സ് എന്ന പടത്തിൻ്റെ റിവ്യൂ ആണ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടി, ഗൂഗിൾ സുരേഷ്, ലന, പിന്നെ ഗൗതം വാസുദേവ് മേനോൻ ആസ് ക്യാമിയോ, സുരേഷ് കൃഷ്ണ, വിജയ് ബാബു, കലാമണ്ഡലം വിനീത്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നിവരെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വേറെ ലെവൽ പടം. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ ഗൗതം വാസുദേവ് മേനോൻ. അറിയായിരിക്കില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡയറക്ടറാണ്, എനിക്കും അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. മീൻസ് ശരിക്കും അറിഞ്ഞൂടെ, പക്ഷേ സിനിമയിലൂടെ അറിയാം, അതാണ് ഉദ്ദേശിച്ചത്. മീൻസ് ഭരണമായിരം, കാക്ക കാക്ക, പിന്നെ വെന്തത് വെന്തത് ആട്, അങ്ങനെ ഒരുപാട് നല്ല നല്ല പടങ്ങൾ. പിന്നെ വിനയ് താണ്ടി വരവായി, അത് അങ്ങാറിൻ്റെയാണ്. പിന്നെ എന്നെയും നോക്കി പറയുന്നത് ഷെയ്മായിപ്പോയി, മീൻസ് കാര്യമില്ലാതെ ഇറക്കിയതാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിലോട്ട് ഇനി എന്തായാലും രൂപ ചിത്രം അടുത്തെന്ന് തോന്നുന്നു, ഇറങ്ങുമെന്ന് വിചാരിക്കാം. എന്തിലോട്ട് കിടക്കാം. പടത്തിൻ്റെ പെർഫോമൻസസ് വൈസ് എല്ലാവരും പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇതിൽ. ആൻഡ് ദിസ് ഈസ് എ ക്രൈം ത്രില്ലർ, അത് ഞാൻ പറയണ്ട, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പടത്തിന് ഫസ്റ്റ് ഹാഫിൽ സ്റ്റാർട്ടിങ് ഒക്കെ കോമഡിയൊക്കെ ആയിട്ടാണ് പോയിരുന്നത്. ഇടയ്ക്ക് സിന്ധിക്കൊക്കെ ഒരു ചെറിയ റോൾ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞതാണ്. സിന്ധിക്കൊക്കെ ഒരു ചെറിയ റോൾ ചെയ്തിട്ട് പോയിരുന്നു അന്ന് ഫസ്റ്റ്. പിന്നെ ഇങ്ങേരുണ്ട് ഇവിടെ അർജുൻ നന്ദകുമാർ, അങ്ങേരുണ്ട്, ആരുണ്ട് ഇവിടെ ഒത്തിരി, ഞാനും ക്യാമറയിലുണ്ട്. അങ്ങനെ മര്യാദയ്ക്ക് ഒരു റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എനിക്ക് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ ഈ പടം ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്റ്റാർട്ടിങ് കുറച്ച് കോമഡിയാണ്. സോ ഒരു കോമഡി പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സ്. പിന്നെ 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ത്രില്ലറിലോട്ടാണ് കിടക്കുന്നത്. ഇടയ്ക്ക് രണ്ടാമതൊക്കെ ഒരു റോൾ ചെയ്തിട്ട് പോയി, അതെന്തിനാണെന്ന് എനിക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല. അതൊരു ഇനോവേറ്റീവാണ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. മീൻസ് ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം 30 മിനിറ്റ് ഒരു കോമഡി ലെവലിലാണ് പോകുന്നത്. പിന്നെ തന്നെ പിന്നീടുള്ള ഒരു സിനിമയുടെ ലോട്ട് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ്. അപ്പോൾ ബാക്കി വരുന്ന 2 മണിക്കൂർ ഒരു ത്രില്ല് അടിപ്പിക്കാനുള്ള എല്ലാ സാധനവും ഗൗതം വാസുദേവ് മേനോൻ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ മാധവമാധുരിയിൽ 9:30 ഷോയ്ക്കാണ് ഇന്നലെ പോയത്. അപ്പോൾ ഐ എൻജോയ് ദിസ് മൂവി. സെക്കൻഡ് ഹാഫും കൊള്ളാം. മാസാൻ്റെ ക്ലൈമാക്സിലെ ട്വിസ്റ്റ് ഞാൻ വിചാരിച്ചില്ല, മീൻസ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമില്ല, കാര്യമായിട്ടും പറയണം, അത് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ദുൽഖറാണ് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മ്യൂസിക്കും ബീജി വരെ ചെയ്ത് എനിക്ക് അറിഞ്ഞൂടെ, അത് ചെയ്തവന് സല്യൂട്ടാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ സിനിമാറ്റോഗ്രഫി ഒക്കെ ആര് ചെയ്തതെന്ന് പോലും എനിക്ക് അറിയണം. ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടിട്ട് ഒരു പോസ്റ്റർ കണ്ടതാണ്, കണ്ടിട്ട് ഞാൻ പോയതാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പിന്നെ ഇന്നലെ എന്തോ ഗൗതം വാസുദേവ് പടമാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ കണ്ടു പോയതാണ്. അപ്പോൾ ഐ എൻജോയ് ദിസ് മൂവി. ഇപ്പം ഇല്ലാതെ എന്നിട്ടും ഞാൻ ഇത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. എന്തായാലും ഇനി നമുക്ക് ഇനി അടുത്തത് ബസൂക്കി, ഇങ്ങേറുടെ ഗൗതം വാസുദേവിൻ്റെ അടുത്തത് ഞാൻ ഇതെന്നായിരിക്കും വിചാരിക്കണം, ഞാൻ ചിത്രമായിരിക്കും വിചാരിക്കണം. ഇറങ്ങിയാൽ മതിയായിരുന്നു, ഒന്നിറക്കണം എന്നാൽ അത്ര പറയാൻ പറ്റുള്ളൂ. ഒന്ന് വിചാരിക്കണം, അത്ര പറയാൻ എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അതെന്തിലോട്ടെ എന്തായാലും
എഡിറ്റിങ് സൂപ്പർബായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ക്രൂസൊക്കെ നല്ല രീതിയിലുണ്ട്. എന്നാലും ഷൈൻഡോൺ ചാക്കോനെ എടുത്ത് മാറ്റിയായിരുന്നു, വേറെ ആരെങ്കിലും ചെയ്യിപ്പിക്കുകയായിരുന്നു. സെക്കൻഡ് റോഡ് വേറെ ആരും കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നി. പിന്നെ വില്ലനെ ആരാന്ന് പിന്നെ ഒരു പിന്നെ ക്ലൈമാക്സ് ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറാണ്. ചിലർക്ക് സ്പോയിലറായിട്ട് ഫീൽ ചെയ്യും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇത്ര പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പറഞ്ഞത്, ഇതിൽ ഒരു പെണ്ണ് മരിക്കുന്നുണ്ട്. ആ പെണ്ണ് അഭിനയിച്ചിരുന്ന വാഴയിൽ മറ്റേ ഒരു പെണ്ണുണ്ട്, മറ്റേ റിസപ്ഷനിസ്റ്റ്. ലാസ്റ്റ് ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ടാകുമ്പോൾ, ലാസ്റ്റ് അല്ല സോറി, മറ്റേ സിജു സണ്ണിയുടെ ലവറായിട്ട് ഒരു പെണ്ണിനെ കാണിച്ചിരുന്നു ഒരു കോളേജ് പോർഷനിൽ. അപ്പോൾ അതാണോ എന്നൊരു സംശയം വന്നിരുന്നു. ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം പ്ലീസ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും, അത് നമ്മത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വെസ്കസ്.